നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് മാസം 2-ാം തീയതിയാണ്, ശനിയാഴ്ച ദിവസം. നാളത്തെ 27 നക്ഷത്രക്കാരുടെയും ദിവസഫലമാണ് പറയാനായി പോകുന്നത്. അപ്പോൾ 27 നക്ഷത്രക്കാർക്കും നാളത്തെ ദിനം ഏതൊക്കെ രീതിയിൽ പ്രയോജനകരമാകും, എന്തൊക്കെ ഗുണാനുഭവങ്ങൾ വന്നു ചേരും എന്നതിനെക്കുറിച്ച് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിനം ഭക്ഷണപാനീയങ്ങളൊക്കെ കഴിക്കുമ്പോൾ അല്പം ശ്രദ്ധ അനിവാര്യമായ ദിനമാണ്. കാരണം എന്തെന്നാൽ പുറത്തു നിന്നൊക്കെ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അതായത് വയറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിവതും നാളത്തെ ദിവസം ഒഴിവാക്കുന്നത് ഉത്തമമാണ്. കൂടാതെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ഒപ്പം കുറച്ച് സമയമൊക്കെ ചിലവഴിക്കാൻ നാളത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുകൂടാതെ സുഹൃത്തുക്കൾ ചില അവകാശവാദങ്ങളുമായിട്ടൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ചില അവകാശവാദങ്ങൾ അല്ലെങ്കിൽ മുന്നേ ഉള്ള സമയങ്ങളിൽ ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന ചില രീതിയിലുള്ള സംസാരങ്ങളിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അവർ മുന്നേ ഉള്ള കാലങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അവകാശവാദം ചിലപ്പോൾ ഉന്നയിക്കാനുള്ള സാധ്യത നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. തിടുക്കപ്പെട്ട ഒരു തീരുമാനങ്ങളും നാളത്തെ ദിനം അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾ എടുക്കാതിരിക്കുക. പിന്നീടുള്ള സമയങ്ങളിൽ അതിനെ ഓർത്ത് ചിലപ്പോൾ ദുഃഖിക്കേണ്ടതായി വരുന്നതാണ്. അതേപോലെ തന്നെ പഴയ കാലങ്ങളിൽ അല്ലെങ്കിൽ പഴയ ദിനങ്ങളിലൊക്കെ സംഭവിച്ച ചില പ്രശ്നങ്ങളൊക്കെ കുത്തിപ്പൊക്കിയെടുത്ത് അതൊരു വിഷയങ്ങളിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയും നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ഉടനീളം വളരെയധികം ശ്രദ്ധ അത്യാവശ്യമാണ്. വളരെ വലിയ വിഷമഘട്ടങ്ങളൊന്നും തരണം ചെയ്യേണ്ടതായി വരികയില്ലെങ്കിൽ പോലും കഴിഞ്ഞ സമയങ്ങളിലെ ചില പ്രശ്നങ്ങൾ നാളെ അല്പം ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള ഒരു സാധ്യത നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിനം നിങ്ങൾ ചെയ്യേണ്ടത് കർപ്പൂരം അല്ലെങ്കിൽ വെളുത്ത പൂക്കൾ എന്നിവ അടുത്തുള്ള സ്ഥലദൈവത്തിന് സമർപ്പിക്കുന്നത് വളരെ ഉത്തമമായ ഫലത്തെ ചെയ്യുന്നതാണ്. അപ്പോൾ നാളത്തെ ദിവസം രാവിലെ ഉണർന്ന് ശുദ്ധിയായതിനു ശേഷം അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അവിടെ കർപ്പൂരമോ അല്ലെങ്കിൽ വെളുത്ത പുഷ്പങ്ങളോ ഭഗവാന് സമർപ്പിക്കുന്നത് എന്തെങ്കിലും ദോഷങ്ങളോ ദുരിതങ്ങളോ നാളത്തെ ദിനത്തിൽ വന്നു ഭവിക്കുന്നതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നതായിരിക്കും. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഭാഗം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിനം സാമ്പത്തികമായ ലാഭമുണ്ടാകുന്ന ദിനമാണ്. കടം കൊടുത്ത തുകയൊക്കെ പെട്ടെന്ന് തന്നെ തിരികെ ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തിന് ശേഷം തരാമെന്ന് പറഞ്ഞ ആളായിരിക്കും ചിലപ്പോൾ വാങ്ങിയത്, എങ്കിലും ആ ആൾക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് തിരികെ കൊണ്ടുവരുമല്ലോ. അതേപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ധനമായിരിക്കും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് തിരികെ ലഭിക്കുന്നത്. അപ്പോൾ വളരെയധികം സാമ്പത്തിക മാറ്റത്തിൻ്റെ ദിനമാണ്. ബന്ധുക്കൾ മുഖേനയും സുഹൃത്തുക്കൾ മുഖേനയും ഒക്കെ ചില സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു ഭാഗ്യവും ഇടവം രാശിക്കാരായ ആളുകൾക്ക് നാളെ ദിവസം ഉണ്ടാകുന്നുണ്ട്. നാളത്തെ ദിനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രഹസ്യങ്ങളൊന്നും ആരുമായി പങ്കുവയ്ക്കാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇഷ്ട തൊഴിൽ ലബ്ധിക്കായി നാളത്തെ ദിവസം അല്പം കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടതായി വരും. അപ്പോൾ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ, ഇഷ്ട തൊഴിലിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നാളത്തെ ദിവസം അതുമായി ബന്ധപ്പെട്ട് അല്പം കഷ്ടങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായി വരും എന്നതൊഴിച്ചാൽ ഇടവം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം വളരെ അനുകൂലമായ ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. മകയിരം 2-ാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം മുക്കാൽ വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്ക് സമാധാനമുണ്ടാകുന്ന ഒരു ദിനമാണ് നാളെ. നാളത്തെ ദിവസം പ്രതീക്ഷയ്ക്ക് വകയൊരുങ്ങുന്നതായ ചില കാര്യങ്ങളൊക്കെ നടക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. കൂടാതെ ഒരു മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തുക്കളായിരിക്കും, ചിലപ്പോൾ സുഹൃത്തായിരിക്കും, ചിലപ്പോൾ ഒന്നിലധികം സുഹൃത്തുക്കൾ ഉണ്ടാകും. അപ്പോൾ അവരോടൊപ്പം നാളത്തെ ദിവസം അല്പം സമയമൊക്കെ ചിലവഴിക്കാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിനം കൂടിയാണ്. അപ്പോൾ നാളത്തെ ദിനം സ്ഥലദൈവത്തിന് ചുവന്ന പൂക്കൾ സമർപ്പിക്കുന്നത് വളരെയധികം മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുതരും. അപ്പോൾ നാളത്തെ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം ക്ഷേത്ര ദർശനം നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾ ചുവന്ന പൂക്കൾ ഭഗവാന് സമർപ്പിക്കുന്നത് അനുകൂലമായ ഒരു മാറ്റത്തിന് വഴിയൊരുക്കുന്നതാണ്.
പുണർദം കാൽഭാഗം പൂയം ആയില്യം വരുന്ന കർക്കടകം രാശിക്കാരായ ആളുകൾക്ക് പഴയ കാലങ്ങളിലെ പഴയ സമയങ്ങളിൽ സംഭവിച്ച പല ചിന്തകളും പല കാര്യങ്ങളുമൊക്കെ വീണ്ടും നിങ്ങൾക്കൊന്ന് റീകളക്ട് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ പഴയ ദിനങ്ങളൊക്കെ വീണ്ടും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ദിനം കൂടിയായിരിക്കും. എങ്കിലും മനസ്സിനെ പഴയ വിഷമങ്ങളൊക്കെ ഓർത്ത് സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാനായി നിങ്ങൾ ശ്രമിക്കുക. പ്രണയിക്കുന്ന ആളുകൾക്ക് നാളത്തെ ദിവസം വളരെ ശുഭകരമായ സന്തോഷിക്കാനുള്ള ഫലങ്ങൾ ഉണ്ടാകുന്ന ദിനമാണ്. വളരെ കാലങ്ങളായി കണ്ടിട്ടില്ലാത്ത ചില സുഹൃത്തുക്കളെയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കണക്ഷൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും സുഹൃത്തുക്കളുമായി. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ വിഷമങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ചില സുഹൃത്തുക്കളെയൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരും. അപ്പോൾ കർക്കിടകം രാശിക്കാരായ ആളുകൾ നാളത്തെ ദിവസം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഹനുമാൻ ചാലിസയൊക്കെ ജപിക്കുന്നതും വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന ചിങ്ങം രാശിക്കാരായ ആളുകൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യമായിരിക്കും നാളത്തെ ദിവസം. കുറച്ച് ധനമൊക്കെ നാളത്തെ ദിവസം കയ്യിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ലോട്ടറി മുഖേനയെങ്കിലും ഒരുപാട് ധനമെന്നില്ല, കുറച്ച് ധനം നാളത്തെ ദിവസം അപ്രതീക്ഷിതമായി നിങ്ങൾ കാത്തിരുന്നു എന്ന് നമ്മൾ പറയാറില്ലേ, കുറച്ച് ധനം കിട്ടണേ എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ചില മേഖലയിൽ നിന്ന് അപ്രതീക്ഷിതമായി അല്പം ധനം നാളത്തെ ദിവസം കയ്യിലേക്ക് എത്താനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കുടുംബത്തിൽ ധാരാളം ഐശ്വര്യം നിലനിൽക്കുന്ന ഒരു ദിവസമായിരിക്കും നാളെ. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമായിരിക്കും നാളെ. കൂടാതെ അല്പം വ്യായാമങ്ങളൊക്കെ ചിങ്ങം രാശിക്കാരായ ആളുകൾ എടുക്കുന്നതൊക്കെ ഉത്തമമാണ്. പ്രത്യേകിച്ച് നാളത്തെ ദിവസം അല്പം വ്യായാമത്തിനൊക്കെ അല്പം സമയം ചിലവഴിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ നാളത്തെ ദിവസം നിങ്ങൾ ആർക്കെങ്കിലും മധുര പലഹാരങ്ങൾ ദാനം ചെയ്യുന്നതും വളരെ ശുഭകരമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന കന്നി രാശിക്കാരായ ആളുകൾക്ക് വിദേശ യാത്രയ്ക്കുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. അപ്പോൾ നാളത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ പേപ്പർ വർക്ക് വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശുഭകരമായ ചില അറിയിപ്പുകൾ എത്തിച്ചേരാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. എങ്കിലും പണം നഷ്ടമൊന്നും വരാതിരിക്കാൻ നാളത്തെ ദിവസം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നാളത്തെ ദിവസം ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ദിനമാണ്. കൂടാതെ സന്തോഷം നിറഞ്ഞ ഒരു ദിനവും സന്തോഷിക്കാനുള്ള അവസരവും നാളത്തെ ദിനം വന്നു ചേരുന്നതാണ്. നാളെ ചുവപ്പ് നിറം നിങ്ങൾക്ക് വളരെയേറെ അനുകൂലമാണ്. അപ്പോൾ ചുവന്ന നിറവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു ചുമന്ന കർച്ചീഫൊക്കെ കയ്യിൽ കരുതുന്നതോ അല്ലെങ്കിൽ വസ്ത്രത്തിലും എന്തെങ്കിലും ചുവപ്പ് കലർന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതുമൊക്കെ കന്നിരാശിക്കാരായ ആളുകൾക്ക് ശുഭകരമായ ഗുണത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾക്ക് കോപം നിയന്ത്രിക്കേണ്ട ഒരു ദിനമായിരിക്കും നാളെ. പണം തിരികെ ലഭിക്കാനുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനം തിരികെ ലഭിക്കുന്നതാണ്. കടം കൊടുത്തതായിട്ടുള്ള ധനമാണെങ്കിലും കുറച്ച് ധനം നിങ്ങളുടെ കയ്യിലേക്ക് തിരികെ ലഭിക്കാനുള്ള, അതായത് നിങ്ങൾ നഷ്ടപ്പെട്ടെന്ന് കരുതിയതായിരിക്കാം ചിലപ്പോൾ. എങ്ങനെയായാലും നിങ്ങൾക്ക് അതുവഴി സന്തോഷമുണ്ടാകുന്നതാണ്. പ്രണയിക്കുന്ന ആളുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ നാളത്തെ ദിവസം അല്പം വിഷമങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. എങ്കിലും പൊതുവെ നോക്കിയാൽ തുലാം രാശിക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം ശുഭകരമായ ദിനമാണ്. കൂടാതെ നിങ്ങളിലേക്ക് പണം ആകർഷിക്കപ്പെട്ട് എത്തുന്ന ഒരു ദിനം കൂടിയായിരിക്കും. അപ്പോൾ തുലാം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം പോക്കറ്റ് കാലിയാകില്ല എന്ന് സാരം. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്ക് ധനം വിനിയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു ദിനമാണ് നാളെ. ചില പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. ജോലികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി പൂർത്തിയാക്കാൻ നാളത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ വാക്ക് പാലിക്കാൻ നാളത്തെ ദിവസം സാധിക്കും. ഏത് കാര്യവും നാളത്തെ ദിവസം നിങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി ചെയ്ത് പൂർത്തിയാക്കി വാക്ക് പാലിച്ച് നല്ല ഒരു വ്യക്തിത്വമായി മാറാനുള്ള ഭാഗ്യം കൂടി വൃശ്ചിക രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം വന്നു ചേരുന്നതാണ്. മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾക്ക് ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു ദിനമാണ് നാളെ. ധനസ്ഥിതിയിൽ മെച്ചപ്പെട്ട ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ നാളത്തെ ദിവസം അത് അല്പം ഒന്ന് മാറ്റിവെക്കുന്നതാണ് നല്ലതാണ്. കാരണം നാളത്തെ ദിവസം നിങ്ങൾ മറ്റുള്ളവരുടെ ഏതെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുകയാണെങ്കിൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് ദോഷമായി മാറാൻ സാധ്യത കാണുന്നതിനാൽ നാളത്തെ ഒരു ദിനം
മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് ഉചിതം. ഏറ്റവും ഉത്തമമായ ദിനം തന്നെയാണ് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് പറയുന്നത്, ചില തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ഉത്തമം എന്നത് അധമമായി മാറാനുള്ള ഒരു സാധ്യതയും നാളത്തെ ദിനം ഉണ്ടാകുന്നതാണ്. പ്രശ്നങ്ങൾ വേറെ ഒന്നും നിങ്ങളെ ബാധിക്കുന്ന ഒരു ദിവസം അല്ല നാളത്തെ ദിവസം പശുക്കൾക്ക് പുല്ലൊക്കെ നൽകുന്നത് വളരെയധികം ഒരു ഭാഗ്യത്തെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരായ ആളുകൾക്ക് അസുഖങ്ങൾ ഒഴിയുന്ന ഒരു ദിനമാണ് നാളെ. ഏതെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നാളത്തെ ദിവസം ആ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് അകലുന്ന, അതായത് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അസുഖങ്ങൾ ഇല്ല എന്നൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ദിനമായിരിക്കും. ലാഭം വന്നു ചേരുന്നതാണ്. ഉത്തരവാദിത്വങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു ദിനമാണ്. അപ്പോൾ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് പ്രൊമോഷനൊക്കെ ഉള്ള സാധ്യതയും നാളത്തെ ദിവസം. അപ്പോൾ പ്രൊമോഷൻ്റെ പേര് ലിസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾക്കും ഒരു സാധ്യത പട്ടിക കാണുന്നുണ്ട്. ചിലരുടെ പെരുമാറ്റങ്ങളൊക്കെ നാളത്തെ ദിവസം അല്പം ബുദ്ധിമുട്ടുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേക്കാം. വളരെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളാണെന്ന് കരുതിയിരുന്ന ആളുകളിൽ നിന്നൊക്കെ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ചില പെരുമാറ്റങ്ങളൊക്കെ നാളെ നിങ്ങൾക്ക് കാണേണ്ടതായി വരും. അത് അല്പം പ്രയാസങ്ങൾ മനസ്സിന് നൽകും എന്നതൊഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ സുദിനം തന്നെയായിരിക്കും നാളത്തെ ദിനം നിങ്ങൾക്ക്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായ ആളുകൾക്കും നാളത്തെ ദിനം വളരെയധികം സമാധാനം അനുഭവത്തിൽ വരുന്ന ദിനമാണ്. ചില സുഹൃത്തുക്കളെയൊക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികളിൽ നിന്ന് ചെറിയൊരു തുകയൊക്കെ സമ്മാനമായി ലഭിക്കാനുള്ള ഭാഗ്യം നാളത്തെ ദിനം കാണുന്നുണ്ട്. ഏത് കാര്യവും ഏറ്റെടുത്താൽ നാളത്തെ ദിവസം അത് കൃത്യമായി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നത് നാളത്തെ ദിവസത്തെ ഏറ്റവും വളരെ ഭാഗ്യമായി നിങ്ങൾക്ക് കരുതാവുന്നതാണ്. വളരെ ഭാഗ്യവും നേട്ടവും ഉണ്ടാകുന്ന ഒരു ദിനം തന്നെയായിരിക്കും നിങ്ങൾക്ക് നാളത്തെ സുദിനം. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾ നാളത്തെ ദിവസം കോപം കുറയ്ക്കുക. ദേഷ്യം കുറച്ചു വേണം ഏതു കാര്യങ്ങളെയും സമീപിക്കുവാനായിട്ട്. അനാവശ്യമായിട്ട് ധനമൊന്നും ചിലവാക്കാതിരിക്കാൻ നാളത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക. ചില ബന്ധുക്കളിൽ നിന്ന് സന്തോഷകരമായ വാർത്തകൾ ശ്രവിക്കാനുള്ളൊരു ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. നേട്ടം ധാരാളമായി എത്തുന്ന ഒരു സുദിനം കൂടിയായിരിക്കും നാളത്തേത്. നാളത്തെ ദിവസം രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന ആ ഒരു കട്ടിലിന് സമീപത്തായി ചെറിയൊരു പാത്രത്തിൽ അല്പം ശുദ്ധജലം കൊണ്ടുവന്ന് വെക്കുക. മീനം രാശിക്കാരായ ആളുകളുടെ മാത്രമാണ് പറയുന്നത്. നിങ്ങൾ വെച്ചതിന് ശേഷം രാവിലെ ഉണർന്നെഴുന്നേറ്റ ശേഷം ആ ജലം അടുത്തുള്ള ഏതെങ്കിലും ഒരു ചെടിയിലേക്ക് അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കളയുക. മെച്ചപ്പെട്ട ഒരു ആരോഗ്യം വന്നു ചേരും. എന്തെങ്കിലും നെഗറ്റിവിറ്റി നിങ്ങളിലുണ്ടെങ്കിലും അത് മാറിപ്പോകുന്നതിന് കാരണമാകും. ഇന്ന് ചെയ്യണമെന്നല്ല, നാളത്തെ കാര്യമാണ് പറഞ്ഞത്. നാളെ ഓഗസ്റ്റ് 2 അപ്പോൾ നാളെ രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു പാത്രത്തിൽ ജലമെടുത്ത് ഇങ്ങനെ ചെയ്ത് അത് ചെടിയുടെ ചുവട്ടിലായി ഒഴിച്ചു കളയുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റി നിങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അകന്നു പോകുന്നതിനും ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനും അത് സഹായിക്കുന്നതാണ്. അപ്പോൾ നാളെ ഓഗസ്റ്റ് മാസം 2 തീയതിയാണ്. 27 നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസഫലം ഇങ്ങനെയായിരിക്കും.